ഹലോ, ഇന്നലെ എടുത്തതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ലെങ്ത്തൊക്കെ പറയുകയാണെങ്കിൽ ലെങ്ത്തിന് പല യൂണിറ്റും ഉണ്ട്. മീറ്ററും സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ഇങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ അതിൽ SI യൂണിറ്റ് എന്ന് പറഞ്ഞത് SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മെയിൻ യൂണിറ്റ്, അതായത് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള നമ്മളൊരു കണക്ക് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും SI യൂണിറ്റിലാണ് നിർത്തേണ്ടത്. അപ്പോൾ SI യൂണിറ്റ് പറഞ്ഞാൽ അതിൻ്റെ എന്താണ്? മെയിൻ യൂണിറ്റാണ്. അപ്പോൾ അത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? മീറ്റർ. അപ്പം നിങ്ങൾ ഇന്നത്തെ ഹെഡിങ് എന്താ എഴുതേണ്ടത്? ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത്ത്, അല്ലെങ്കിൽ എന്താ എഴുതേണ്ടത്? നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ. നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ എഴുതിയിട്ട് ഇത് എഴുതാം. എന്ത് നമ്മൾ പറഞ്ഞത്? SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ആ മീറ്ററിൻ്റെ സിമ്പിൾ എന്താണ്? M, സ്മോൾ ലെറ്റർ M. അപ്പം മലയാളം മീഡിയക്കാർ എഴുതേണ്ട എന്താണ്? നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ. ആകുന്നൊന്നും വേണ്ട. നീളത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ. അതിൻ്റെ പ്രതീകം എന്താണ്? M. ഇപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ അത് എഴുതണം. ഇനി എല്ലാവരും അടുത്ത് സ്കെയിലില്ലേ? നിങ്ങളുടെ സ്കെയിലൊക്കെ എത്രയായിരിക്കും? ഒരു 15 സെൻറ്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലെങ്ങനെയാണ്? ഫസ്റ്റ് 0 ഉണ്ടാവും. 1, 2, 3, 4, 5 വലിയ വര, 6, 7, 8, 9, 10 അവിടെ 1. ഇങ്ങനെയല്ലേ ഉള്ളത്, അല്ലേ? ഒന്നെടുത്ത് എണ്ണി നോക്കി. അതായത് 0 കഴിഞ്ഞാൽ 10 വര ഉണ്ടാവും ഒന്നിലെത്താൻ. എത്ര വര? 10 വര. ഈ ഒരു വരയ്ക്ക് എന്താ പറയുക? ഈ ഗ്യാപ്പ് ഇത് 1 സെൻറ്റിമീറ്റർ അല്ല, 1. പിന്നെ അതേപോലെ തന്നെ 10 വര കഴിഞ്ഞാൽ 2. ഇത് 2. ഇത് ഓരോ സെൻറ്റിമീറ്റർ ഇങ്ങനെ കൂടി അങ്ങനെ 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലല്ലേ? അപ്പോൾ ഈ ചെറിയ അളവ് എത്രയാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മില്ലിമീറ്റർ അല്ലേ? മില്ലിമീറ്റർ അല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് കൺവേർഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരും, ഒരു യൂണിറ്റിൽ തന്നിട്ട് അത് മറ്റേക്ക് മാറ്റാൻ വേണ്ടി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. എന്താ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ എന്ത് ചെയ്യാം? മില്ലിമീറ്ററിൻ്റെ കാര്യം കൂടി പറയാം. ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അപ്പം എന്തായിരിക്കും? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ചേർന്നാലോ? 10 മില്ലിമീറ്റർ. M എന്നിട്ടാലും മതി. മില്ലിമീറ്റർ. 10 മില്ലിമീറ്ററാണ് 1 സെൻറ്റിമീറ്റർ. ഇനി ഒരു മീറ്റർ സ്കെയിൽ നിങ്ങൾ കണ്ടിക്കണം, വലിയ സ്കെയിലായിരിക്കും. അതിൽ എത്ര നിങ്ങളുടെ സ്കെയിലൊക്കെ വെറും നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ടോ? 15 സെൻറ്റിമീറ്റർ ഉള്ളൂ. പക്ഷെ 100 സെൻറ്റിമീറ്റർ ഉള്ള വലിയ സ്കെയിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 100 സെൻറ്റിമീറ്ററുള്ള സ്കെയിലുണ്ട്. 100 സെൻറ്റിമീറ്ററുള്ള ആ 100 സെൻറ്റിമീറ്ററുള്ള സ്കെയിലാണ് എന്ത്? 1 മീറ്റർ. അപ്പോൾ 1 മീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ അവിടെ ഒറ്റ ഉണ്ടെങ്കിൽ അതിൽ 100 വരെ ഉണ്ടാവും. 1, 2, 1, 2, 3 അങ്ങനെ പോയിട്ട് ലാസ്റ്റ് എത്ര ഉണ്ടാവും? 100 വരെ ഉണ്ടാവും. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ. ഇത് എഴുതിക്കണം കേട്ടോ. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു. 1 സെൻറ്റിമീറ്റർ എടുത്താൽ അവിടെ എത്ര ഉണ്ട്? 10 വരകളാണ് ഇടയിലുള്ളത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 10 മില്ലിമീറ്റർ. ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മറന്നു പോകും. പിന്നെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എന്താണ്? 10 മില്ലിമീറ്റർ. പിന്നെ 1 കിലോമീറ്റർ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ? 1 കിലോമീറ്റർ നമ്മൾ ദൂരേക്കൊക്കെ യാത്രയൊക്കെ പോകുമ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയും. അപ്പം അതെന്താ അറിയോ? 1000 മീറ്റർ. 1000 മീറ്റർ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 മീറ്ററാണ്. അപ്പോൾ 1000 കുറേ ഉണ്ടല്ലോ. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ഉണ്ട്. അതായത് മീറ്റർ സ്കെയിൽ 1000 എണ്ണം വെക്കണം. മീറ്റർ സ്കെയിൽ 1000 എണ്ണം വെച്ചാലുള്ള ദൂരം ഉണ്ടാവും 1 കിലോമീറ്റർ പറഞ്ഞാൽ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. എന്തൊക്കെയാണ്? ഈ 3 1 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയണം. അതായത് നമുക്ക് മനസ്സിലായി 10 മില്ലിമീറ്റർ ചേർന്നാലാണ് 1 സെൻറ്റിമീറ്റർ ആവുക, അല്ലേ? സ്കെയിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 10 മില്ലിമീറ്റർ ചേർന്നാലാണ് എന്താവുക? 10
10 മില്ലിമീറ്റർ ചേർന്നാൽ നമുക്ക് എന്താവും, 1 സെൻറ്റിമീറ്റർ ആണ്ട് ഉണ്ടാവും ഇല്ലേ. അതേപോലെ 1 കിലോമീറ്റർ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, 1000 മീറ്റർ, മീറ്റർ ഇട്ടാ മീറ്റർ, 1000 മീറ്റർ. 1 മീറ്റർ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, 100 സെൻറ്റിമീറ്റർ. മീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 100 ഉള്ളൂ, കുറച്ചുള്ളൂ. കിലോമീറ്റർ പറയുമ്പോൾ 1000 സെൻറ്റിമീറ്റർ വേണം. ഇത് എത്രയാണ്, ആ മീറ്ററിൻ്റെ ഇതിൻ്റെയും നന്നായി മാറാതെ പഠിക്കണം. ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 1 മീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്ന്. അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാൻ വെച്ചാൽ വേണം. അത് ഞാൻ എന്ത് ചെയ്യാം, വേറെ പേജ് എടുത്തിട്ട് കാണിക്കേണ്ടി വരും. അപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞ എത്രയാണ്, 1 മീറ്റർ പറഞ്ഞാൽ എത്രയാണ്, 1 മീറ്റർ പറയുമ്പോൾ 1 മീറ്റർ സ്കെയിൽ എന്ന് പറയുമ്പോൾ അവിടെ എത്ര ഉണ്ടാവും, 100 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് എപ്പോഴും മീറ്ററിക്കാണ് ആക്കേണ്ടി വരും. SI യൂണിറ്റ് മീറ്റർ അല്ലേ. അപ്പോൾ നിങ്ങളോട് 500 മീറ്റർ തന്നിട്ട് 500 സെൻറ്റിമീറ്റർ തന്നിട്ട് അത് എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, 100 ഡിവൈഡ് ചെയ്യണം. 5 മീറ്റർ. അപ്പം സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളതെങ്കിൽ സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ ഇല്ലേ, അത് അതേപോലെ എഴുതിക്കൊള്ളിട്ടാ. സെൻറ്റിമീറ്റർ ആണ് സെൻറ്റിമീറ്റർ തന്നാൽ അതിനെ മീറ്റർ, SI യൂണിറ്റ് ആക്കി മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം, 100 വെച്ച് ഹരിക്കുക, അല്ലെങ്കിൽ എന്താണ്, ഡിവിഷൻ അല്ലേ, അത് ചെയ്യാം. അപ്പം നിങ്ങളോട് എന്ത് ചെയ്ത്, അപ്പം നിങ്ങളോട് വേറെ ഒന്ന് ചോദിച്ചു വിചാരിക്കാം. 20 സെൻറ്റിമീറ്റർ തന്നിട്ട് ഇതെത്ര മീറ്റർ ഉണ്ടെന്ന് ചോദിച്ച്, മീറ്റർ എത്ര ഉണ്ടെന്ന് ചോദിച്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 20നെ എന്ത് ചെയ്യണം, 100 ഹരിക്കണം. അപ്പം എന്താ കിട്ടും, 100 ഹരിക്കാൻ വെച്ചാൽ 2 സ്ഥാനം മാറ്റില്ല, കുത്തിടുക. അപ്പോൾ 0.20 മീറ്റർ കിട്ടിയില്ലേ. ഇതിൻ്റെ ശരിക്കും ഇതെങ്ങനെ, നിങ്ങൾ 100 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 100 ഡിവൈഡ് ചെയ്യാൻ കാരണം എന്താണ്, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 100 എന്ത് ചെയ്തത്, ഡിവൈഡ് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഹോംവർക്ക് തരാം, അപ്പം അത് ചെയ്യണം. വേറെ കുറച്ചെണ്ണം തരാം. ഇതാട്ടോ ഹോംവർക്ക്. 500 മീറ്റർ, സെൻറ്റിമീറ്റർ ആട്ടോ, സെൻറ്റിമീറ്ററാണ് തരുന്നത്. പിന്നെ 7000 സെൻറ്റിമീറ്റർ എന്നാലും മീറ്ററിക്ക് ആക്കാനാണ്. പിന്നെ 5 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ. ഇതിനൊക്കെ എന്ത് ചെയ്യണം, മീറ്ററിക്ക് ആക്കണം. എന്ത് ചെയ്താൽ മതി, 100 ഹരിച്ചാൽ മതി. ഓക്കെ. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, 1 മീറ്റർ വെച്ചിട്ടാണ് എല്ലാം ആക്കാൻ പറയുക. SI യൂണിറ്റിക്ക് നാം പറയട്ടെ, അതുകൊണ്ടാണ് ഞാൻ മീറ്റർ വെച്ച് പറയുന്നത്. അപ്പോൾ 1 മീറ്റർ എന്ന് വെച്ചാൽ എന്താണ്, 1 മീറ്റർ എന്ന് വെച്ചാൽ 1000 മില്ലിമീറ്ററാണ്. അപ്പം മില്ലിമീറ്റർ തന്നിട്ട് അതിനെ മീറ്ററിക്ക് ആക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, അപ്പം 5 മില്ലിമീറ്റർ തന്ന് ഇപ്പം എന്ത് ചെയ്താൽ മതി, 5 ഹരിക്കണം 1000. മില്ലിമീറ്റർ തന്നാൽ മില്ലിമീറ്റർ എന്തൊക്കെ ആക്കാനാണ്, മീറ്ററിക്ക് ആക്കാൻ എന്ത് ചെയ്യുക, 1000 വെച്ചിട്ട് ഹരിക്കണം മില്ലിമീറ്ററിനെ കേട്ടോ. മില്ലിമീറ്ററിന് എന്ത് ചെയ്യും, 1000 വെച്ച് ഹരിക്കണം 5 മില്ലിമീറ്റർ. ഇനി അടുത്തത് ഞാൻ 10 മില്ലിമീറ്റർ, അപ്പോൾ 10നെ 1000 വെച്ചിട്ട്. ഇനിയിപ്പോൾ 500 മില്ലിമീറ്റർ. ഇതിനൊക്കെ എന്ത് ചെയ്യണം, അത് ഹോംവർക്ക് ആട്ടോ. ഇതിനൊക്കെ എന്ത് ചെയ്യുക, 1000 വെച്ച് ഹരിച്ചിട്ട് എന്താക്കുക, മീറ്ററിക്ക് ആക്കുക. മില്ലിമീറ്റർ ആണെങ്കിൽ 1000 കൊണ്ട് ഹരിക്കുക, സെൻറ്റിമീറ്ററിലാണെങ്കിൽ അതിനെ മീറ്ററിക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 100 കൊണ്ട് ഹരിക്കണം. ഇനിയില്ലേ, കിലോമീറ്റർ ആണ് തന്നതെങ്കിൽ കിലോമീറ്റർ ആണ് തന്നതെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയാം. അപ്പോൾ കിലോമീറ്റർ ആണെങ്കിൽ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്,
1000 മീറ്ററാണ്. അപ്പം 2 കിലോമീറ്റർ തന്നാൽ എത്രയായിരിക്കും? 2000. 3 കിലോമീറ്റർ തന്നാൽ എത്രയായിരിക്കും? 3000 മീറ്റർ. അപ്പം എന്ത് ചെയ്യാൻ ചെയ്യുന്നത്? 1000 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. 1000 കൊണ്ട് എന്ത് ചെയ്യാണ്? ഗുണിക്കുകയാണ് ചെയ്യണത്. ഇനി വേറെ കുറച്ച് ഹോംവർക്ക് തരാം ഞാൻ. 8 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 25 കിലോമീറ്റർ, ഇതൊക്കെ മീറ്ററിലേക്ക് ആക്കി മാറ്റണം. മീറ്ററിലേക്ക് ആക്കാൻ പറയുന്നത് എന്താണ്? SI യൂണിറ്റ് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, വെറും സെൻറ്റിമീറ്ററും മീറ്ററും മില്ലിമീറ്ററും മാത്രമാണോ? അല്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോസ്റ്റർ കണ്ടില്ല ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്, ഒരു നോട്ടീസ്. ദ സെയിൽ ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ് ബിലോ 30 micron is prohibited in shops within the limits of the municipality with effect from 30/10/2022, 30th October 2022. അപ്പോൾ 30/12/2022 മുതൽ മുനിസിപ്പാലിറ്റിയിൽ എന്ത് ചെയ്യണം? കടകളിൽ എന്ത് ചെയ്യണം? 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവർ വിൽക്കാൻ പാടില്ല. അപ്പോൾ ഈ മൈക്രോണില്ലേ, മൈക്രോൺ എന്താണെന്നറിയോ? അത് എന്ന് വെച്ചാൽ മൈക്രോമീറ്ററാണ്. ടെക്സ്റ്റിൽ കണ്ടില്ലേ മൈക്രോ കൊണ്ടാണ്. അതെന്താണ്? മൈക്രോമീറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ്. അപ്പോൾ 1 മീറ്റർ മൈക്രോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ കുറവാണ്. അതായത് ഒന്നിട്ടിട്ടില്ലേ, ഒന്നിട്ടിട്ട് അതിൽ 6 പൂജ്യം ഇട്ടാലാണ് ഒരു മൈക്രോമീറ്റർ ആവും. ഒരു മൈക്രോമീറ്ററില്ലേ 1 മീറ്റർ ആവുള്ളൂ. കണ്ടില്ലേ? ഇത് എഴുതി വയ്ക്കണം കേട്ടോ. ഈ കൺവേർഷന് എങ്ങനെയാണ്? 1 മീറ്റർ ആവണമെങ്കിൽ എത്ര എണ്ണം വേണോ? 1 കഴിഞ്ഞിട്ട് 6 പൂജ്യം. 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. അതായത് 10 ലക്ഷം മൈക്രോമീറ്റർ ചേർന്നാലാണ് 1 മീറ്റർ ആവുള്ളൂ. അതായത് 1 കഴിഞ്ഞിട്ട് 6 പൂജ്യം. അത് ഓർത്ത് വെച്ചാൽ മതി. 6 പൂജ്യം വേണം എന്തേക്കാൻ 1 മീറ്റർ ആവാൻ. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് എങ്ങനെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഏറ്റവും ചെറിയ യൂണിറ്റിൽ നമ്മൾ കണ്ടു മൈക്രോമീറ്റർ വളരെ ചെറുതാണ്. പിന്നെ എന്താണ് കണ്ടത്? മില്ലിമീറ്റർ. പിന്നെ അതിലും വലുതാണ് സെൻറ്റിമീറ്ററിനെക്കാട്ടി വലുതാണ് മീറ്ററിനെക്കാട്ടി വലുതാണ് കിലോമീറ്റർ. അല്ലേ? ഈ ഓർഡർ ആലോചിച്ച് തന്നെ ഇരിക്കണം കേട്ടോ. ഏറ്റവും ചെറുത് മൈക്രോമീറ്റർ, പിന്നെ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ വന്നിട്ട് സെൻറ്റിമീറ്റർ വന്നിട്ട് സ്കെയിൽ ആലോചിക്കുക, വലിയ മീറ്റർ സ്കെയിൽ. പിന്നെ നമ്മളെ ദൂരസ്ഥലങ്ങൾ കിലോമീറ്റർ. ഇനി ഇത് മാത്രമാണോ? നിങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് വേറെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ആസ്ട്രോണമിക്കൽ യൂണിറ്റും ഉണ്ട്, പ്രകാശവർഷമുണ്ട്. അത് വേറെ വലിയ യൂണിറ്റാണ്. അതായത് ആസ്ട്രോണമിക്കൽ യൂണിറ്റും പിന്നെ ലൈറ്റ് ഇയറും. ഈ ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ എന്താണ്? അത് ലെങ്ത്തിൻ്റെ ഒരു യൂണിറ്റാണ്. ലെങ്ത്താണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലെങ്ത്ത് അല്ലേ, നിങ്ങളല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്. അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അതെന്താണെന്ന് ചോദിച്ചാൽ അറിയേണ്ടി വരും. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള, ഭൂമി ഇതാണ് വിചാരിക്കുക. ഇവിടെ നമ്മൾ ആരുണ്ട്? സൂര്യനുണ്ട്. അപ്പോൾ ഈ സൂര്യനിലേക്കുള്ള ഈ ദൂരമില്ലേ, ഇത് വലിയ ദൂരമാവില്ലേ? നമ്മൾ വിചാരിക്കുക ഞങ്ങൾക്ക് തൊട്ടടുത്താണോ സൂര്യൻ നിൽക്കുന്നത്? സൂര്യൻ്റെ തൊട്ടടുത്ത് നിന്ന് നമ്മളൊക്കെ ചൂട്ട് പൊള്ളിപ്പോവും. അപ്പം എന്ത് ചെയ്യും? സൂര്യന് വളരെ ദൂരെയാണ്. അപ്പോൾ അത് വലിയതാണ്. ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. 1 കിലോമീറ്റർ പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ 15 കോടി കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്രയും ഇതുണ്ട്. 15 കോടി അല്ലെങ്കിൽ 150 മില്യൺ കിലോമീറ്ററാണ് ഇതെന്ന് പറഞ്ഞത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞത്. ഇനി ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പ്രകാശമില്ലേ, നമ്മുടെ ലൈറ്റ് 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ശൂന്യതയിലൂടെ. 1 വർഷം കൊണ്ട് പ്രകാശം, ശൂന്യത പറഞ്ഞാൽ എന്താണ്? നമുക്ക് അവിടെ ഒന്നുമില്ല, നമ്മുടെ ബഹിരാകാശം. 1 വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. അതായത് ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ലൈറ്റ് ട്രാവൽസ് ഇൻ എ ഇയർ ഇൻ വാക്വത്തിൽ, ശൂന്യതയില്ലേ, വാക്വത്തിൽ നമ്മുടെ ലൈറ്റ് 1 വർഷം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറഞ്ഞത്? ലൈറ്റ് ഇയർ. അത് ഏകദേശം 3 ലക്ഷം
കിലോമീറ്ററാണ് ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഒരു സെക്കൻഡിൽ തന്നെ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. അതുകൊണ്ടാണ് സൂര്യനിൽ നിന്ന് വെളിച്ചം ഇവിടെ എത്തുന്നത്. അല്ലെങ്കിൽ എന്താണ് ഈ ഡിസ്റ്റൻസ് ഒക്കെ ആക്കത്തിൽ ആണെങ്കിലേ സൂര്യനിൽ നിന്ന് വെളിച്ചം നമ്മുടെ ഭൂമിയിൽ എത്തൂല. ഇത്രയും വേഗത ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ലൈറ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ അളവാണെന്ന്. പക്ഷെ അതൊക്കെ ഏറ്റവും വലിയ വലിയ അളവുകളാണ്. ഇപ്പോൾ 15 കോടി കിലോമീറ്ററാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പം ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത എന്താ അറിയോ, യൂണിറ്റ്സ് ഓഫ് മാസ്, ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് മാസ്. അതായത് മാസിൻ്റെ എന്ത് ചെയ്യുക, വിവിധ യൂണിറ്റുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് അറിയാം. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് മാസ് നമുക്ക് അറിയാം. എന്തൊക്കെയാണ്? കിലോഗ്രാം, ഗ്രാം, പിന്നെ നേരത്തെ ഞാൻ ടണ്ണ്, ക്വിൻ്റൽ ഒക്കെ പറഞ്ഞില്ല, വലിയ വലിയ സംഭവമാണെന്ന്, വലിയ വലിയ യൂണിറ്റ് ആണെന്ന്. അപ്പോൾ മാസ് എന്താണെന്ന് ആദ്യം അറിയണം. മാസ് എന്താ അറിയാം? മാസ് എന്ന് വെച്ചാൽ ശരിക്കും ഉദ്ദേശിച്ച ആ കനാണ്. ഇപ്പോൾ ഒരു വെള്ളമാണെങ്കിൽ വെള്ളത്തിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു കന ഉണ്ടാവില്ലേ? അപ്പോൾ തക്കാളിയുടെ മാസ് എന്ന് പറയുമ്പോൾ തക്കാളിക്ക് ഒരു കന ഉണ്ടാവില്ല, നമുക്ക് കൈ പിടിച്ച് നോക്കിയാലുണ്ടാവുമല്ലോ ഒരു വെയിറ്റ്. അതാണ് എന്തെന്ന് പറഞ്ഞത്? മാസ് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിലുള്ള സാധനത്തിൻ്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിലപ്പം വെള്ളമായിരിക്കാം, അല്ലെങ്കിൽ നല്ല സോളിഡ് പോലത്തെ കട്ടിയുള്ളതായിരിക്കാം, വായു ആയാലും കുഴപ്പമില്ല. മാറ്റർ എന്ന് പറയും, മാറ്റർ. അപ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. മാസ് എന്ന് ഹെഡിങ് എഴുതുക, എന്നിട്ട് എഴുതി വെക്കണത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. അപ്പം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണെന്ന്. അതേപോലെ തന്നെ മാസിനും ഉണ്ടാവില്ല ഒരു SI യൂണിറ്റ്. അത് ഏതായിരിക്കണം? മെയിൻ യൂണിറ്റ് കിലോഗ്രാം. കിങ് ആണ് കിലോഗ്രാം. മാസിൻ്റെ ആരാണ്? കിലോഗ്രാം. അപ്പോൾ വാട്ട് ഈസ് മാസ്? ദ എമൗണ്ട് ഓഫ് മാറ്റർ. എത്ര എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൽ, ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന മാറ്റർ വിചാരിച്ചാൽ, മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം പോലത്തതാവാം, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള സോളിഡ് പോലെയുള്ള കനമുള്ള അങ്ങനത്തെ ആവാം. അത് എന്തായാലും അത് കണ്ടെയ്ൻ ചെയ്യുന്ന ആ എമൗണ്ടിനെയാണ് മാസ് എന്ന് പറയുന്നത്. ദ യൂണിറ്റ് ഓഫ് ദ മാസ് ഈസ് കിലോഗ്രാം. അത് സിമ്പൽ എന്താണ്? kg. കിലോഗ്രാം കേട്ടോ, kg. അതിൽ കിങ്ങാണ്. അപ്പം നമുക്ക് തോന്നുമോ ഇനി ഗ്രാമും കിലോഗ്രാമും മാത്രമേ ഉള്ളൂ എന്ന്? നിങ്ങളില്ലേ ഗുളികയൊക്കെ കഴിക്കുമ്പോൾ കണ്ടില്ലേ, പാരസിറ്റമോളൊക്കെ കഴിക്കുമ്പോൾ കണ്ടില്ലേ, mg എന്നാണ് പറയുക. 500 mg. ഇതൊക്കെ എന്താണ്? മില്ലിഗ്രാം. മില്ലിമീറ്റർ പറഞ്ഞില്ലേ, അതേപോലെയുള്ളതാണ് മില്ലിഗ്രാം. പിന്നെ അതേപോലെ തന്നെ ഗ്രാം. ടൂത്ത് പേസ്റ്റൊക്കെ കഴിക്കുമ്പോൾ 100 ഗ്രാം, 200 ഗ്രാം ഇങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഇത്രയും യൂണിറ്റ്സ് ഉണ്ട്. പിന്നെ വലിയ വലിയ കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്, അത് അറിഞ്ഞിരിക്കണം. ക്വിൻ്റൽ എഴുതി വെക്കണേ. പിന്നെന്താണ്? ടൺ. അതെന്താണ്? വലിയ വലിയ യൂണിറ്റ്സ് ആണ് അതൊക്കെ. ഇനി ഇതേപോലെ തന്നെ കൺവേർഷൻ ഉണ്ട്. ഇത് ഗ്രാമിൻ്റെ കൺവേർഷൻസ് തന്നിട്ടുണ്ട്. 1 ഗ്രാം എന്ന് വെച്ചാൽ എന്താ അറിയും? 1 ഗ്രാം എന്ന് വെച്ചാൽ 1000 മില്ലിഗ്രാം ചേരണം. 1000 മില്ലിഗ്രാം. 1 ഗ്രാം എന്ന് വെച്ചാൽ എത്രയാണ്? 1000 മില്ലിഗ്രാം. 1 കിലോഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? 1000 ഗ്രാം ചേരണം. ഇവിടെയൊക്കെ രണ്ടിലും 1000ൻ്റെ കളിയാണ്. 1 ഗ്രാം എന്ന് വെച്ചാൽ 1000 മില്ലിഗ്രാം. അപ്പം മില്ലിഗ്രാമാണ് ഏറ്റവും കുറവ്. അപ്പോൾ 1000 മില്ലിഗ്രാം ചേർന്നാൽ എന്തായും? 1 ഗ്രാമാവും. പിന്നെ 1000 ഗ്രാം ചേർന്നാൽ എന്താവും? 1 കിലോഗ്രാം ആവും. അപ്പോൾ 1 കിലോഗ്രാം എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1 കിലോഗ്രാം എന്ന് വെച്ചാൽ 1000 ഗ്രാം അല്ലേ. 1 ഗ്രാം എന്ന് പറഞ്ഞാലും 1000 മില്ലിഗ്രാമാണ്. അപ്പോൾ 1000 × 1000 ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. അതാണ് 1 കിലോഗ്രാം = 1 2 3 4 5 6. ഇതിൽ 6 0. നമ്മൾ മൈക്രോമീറ്റർ പറഞ്ഞില്ലേ, 6 0 ചേർന്നാലാണ് 1 മീറ്റർ ആവുകയെന്ന്. അതേപോലെ തന്നെയാണ് 1 കിലോഗ്രാം ആവണമെങ്കിൽ 6 0 വേണം. പിന്നെ ക്വിൻ്റൽ, ടണ്ണ് ഇതൊക്കെ പറഞ്ഞില്ലേ. ക്വിൻ്റൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം. വലിയ യൂണിറ്റ് 100 കിലോ ചേരണം. 100 കിലോ. ഒരു വലിയൊരു മനുഷ്യനൊക്കെ 100 കിലോ ഉണ്ടാവില്ലേ, ആ 100 കിലോ ഒരു ക്വിൻ്റലാണ്. ഒരു ടണ്ണാണെങ്കിൽ എന്തായിരിക്കും? 1000 കിലോ.
ടണ്ണപ്പോൾ അത് 1000 കിലോ ചേർന്നാൽ. അപ്പോൾ അതിൻ്റെ എമൗണ്ട് നിങ്ങൾ ആലോചിക്കുക, 1000 കിലോ പൊക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതെല്ലാം 1000 കിലോ ചേർന്ന ഒരു ടണ്ണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് അറിഞ്ഞിരിക്കണം. 1 ഗ്രാം നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഈ പാഠം തീരുമ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് പോലെ ചെയ്യുക, കൺവേർഷൻസ്. 1 ഗ്രാം ഇത് കാണാതെ പഠിക്കണം കേട്ടോ, ഇത് പഠിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. 1 ഗ്രാം വെച്ചാൽ 1000 മില്ലിഗ്രാം, 1 കിലോഗ്രാം വെച്ചാൽ 1000 ഗ്രാം, പിന്നെ ക്വിൻ്റൽ 100 കിലോഗ്രാം, ടണ്ണ് 1000 കിലോഗ്രാം. ആ ടെക്സ്റ്റ് ബുക്കിലൊരു റോസ് കോളം കണ്ടില്ലേ, അതാണ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ക്വിൻ്റൽ പറഞ്ഞാൽ എന്താണ്? ഒരു ക്വിൻ്റൽ പറഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാമാണ്. അപ്പം നിങ്ങൾക്ക് എത്രയെങ്കിലും ക്വിൻ്റൽ തന്നിട്ട് 5 ക്വിൻ്റൽ തന്നിട്ട് അത് എത്ര കിലോഗ്രാമിക്കാണ് മാറ്റാൻ പറയുക, SI യൂണിറ്റ് ആയതുകൊണ്ട് 5 × 100 ചെയ്യുക. അപ്പം എന്താണ്? 500 കിലോഗ്രാം. അതേപോലെ തന്നെ ഹോംവർക്കായിട്ട് 10, 20, 80, 8 ഇതൊക്കെ എന്തൊക്കെയാക്കി മാറ്റുക? കിലോഗ്രാമിക്കാക്കുക. ഇതൊക്കെ ക്വിൻ്റലിലാട്ടോ തന്നിട്ടുള്ളത്. ക്വിൻ്റലിലേക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്യാതെ 100 ആയിട്ടാണ്ട് ഗുണിച്ചാൽ മതി. ഇനി ടണ്ണിലാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ ടൺ നമ്മളെന്താ പഠിച്ചത്? 1 ടൺ എന്ന് വെച്ചാൽ എത്രയാണ്? 1000 കിലോഗ്രാമാണ്. അപ്പോൾ 2 ടൺ എത്രയായിരിക്കും? 2 × 1000 കിലോഗ്രാം. അപ്പോൾ 5 ടൺ എത്രയായിരിക്കും? 5 × 1000. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട എത്രയ്ക്ക് അറിയോ? 0.5 ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. 0.5, 2.5, 4 ഇതൊക്കെ ടണ്ണാണ്. ടൺ അതിനൊക്കെ എന്തൊക്കെയാക്കി കൊണ്ടുവരിക? കിലോഗ്രാമിക്കാക്കിയിട്ട് കൊണ്ടുവരിക. ഹോംവർക്കാണ്. പിന്നെ 1000 ഗ്രാമാണ് നമ്മൾ പറഞ്ഞത് 1 കിലോഗ്രാമാണ്. അപ്പോൾ ഇനി എത്ര? 2 ഗ്രാം തന്നാൽ എന്ത് ചെയ്യണം? 2 ഹരിക്കണം 1000 ചെയ്താൽ തന്നെ അത് എത്ര കിലോ കിട്ടുമെന്ന് അറിയാൻ പറ്റുള്ളൂ. എത്ര സ്ഥാനം മാറ്റി കുത്തിടണോ? 1, 2, 3, 2, 1, 2 ഇത്രയും കിലോ ആവുള്ളൂ. അങ്ങനെ കുത്തിട്ട് മാറ്റി കുത്തിട്ട് 1000 ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. ഗ്രാം തന്നാൽ 1000 ഗ്രാമിനെ 1000 ഹരിച്ചാലാണ് 1 കിലോഗ്രാം കിട്ടുക. ഇപ്പോൾ 2000 ഗ്രാം തന്ന് അതിനെന്ത് ചെയ്യുക? 1000 ഹരിച്ചാൽ നമുക്ക് 2 കിലോ കിട്ടിയില്ലേ? ഇനി 50 ഗ്രാം തന്ന് അതെത്ര കിലോഗ്രാമാണെന്ന് നോക്കാൻ പറഞ്ഞേ. നിങ്ങൾക്ക് 50 ഗ്രാം തന്ന് 50 ഗ്രാം അതിനെ 1000 ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര കിലോഗ്രാം ആണെന്ന് കിട്ടും. ഹോംവർക്ക് ആയിട്ടുള്ളത് കേട്ടോ. എത്രയാണ്? 80 ഗ്രാം, 8 ഗ്രാം, 1000 ഗ്രാം, 2500 ഗ്രാം. ഇതിനൊക്കെ എന്ത് ആക്കി മാറ്റണം? കിലോഗ്രാമിക്ക് ആക്കിയിട്ട് കൊണ്ടുവരണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ടൈം നോക്കാം. ടൈം ഇപ്പം നമ്മൾ പറഞ്ഞു ലെങ്ത്തിൻ്റെ മീറ്ററാണ് SI യൂണിറ്റ്, മാസിൻ്റെ എന്താണ്? കിലോഗ്രാം. അതേപോലെ ടൈമിൻ്റെ എന്തായിട്ട് നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ളതാണ് സെക്കൻഡ്. അപ്പോൾ അത് SI യൂണിറ്റ് ഓഫ് ഇത് എഴുതുക. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ടൈം എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എഴുതുക SI യൂണിറ്റ് ഓഫ് ടൈം എന്താണ്? സെക്കൻഡ്. സിമ്പൽ എന്താണ്? S. സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡാണ്. പ്രതീകം S ആണ്. സിമ്പൽ എന്ന് വെച്ചാൽ പ്രതീകം. 1 മിനിറ്റ്. ഇനി ഇത് എല്ലാവർക്കും അറിഞ്ഞാണ്. 1 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 1 മിനിറ്റ് 60 സെക്കൻഡ് അല്ലേ? 60 സെക്കൻഡിൽ 1 മണിക്കൂറോ? 1 മണിക്കൂർ പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റ് 60 സെക്കൻഡ്. 1 മണിക്കൂർ 1 മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡ്. 1 മണിക്കൂർ പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പോൾ 1 മണിക്കൂർ പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആയിരിക്കും? ഈ 60 × മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ? 60 മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ 6 36, 3600 സെക്കൻഡിൽ നിന്ന് കിട്ടും.
ഇതേപോലെ തന്നെ അല്ലേ നിങ്ങൾക്ക് മാറ്റാനുണ്ടാവും. ഉണ്ടോ 1 മിനിറ്റ് 60 സെക്കൻഡ്, 1 അവർ 60 മിനിറ്റ് 3600 സെക്കൻഡ്. ഇതിനി മാറ്റാൻ ഇപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂർ 1 അവർ 3600 സെക്കൻഡ് ആണെങ്കിൽ 2 അവർ എത്രയെന്ന് ചോദിച്ചാൽ 2 ഇൻറ്റു 3600 ചെയ്യേണ്ടി വരും. എന്നാലേ സെക്കൻഡിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ 1 മിനിറ്റ് 60 സെക്കൻഡാണെന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് എത്രയെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണോ 2 ഇൻറ്റു എന്ത് ചെയ്യണോ 60 ചെയ്യണം. അപ്പോൾ 120 സെക്കൻഡ് കിട്ടും. അങ്ങനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഹോംവർക്ക് തരാം. 5 അവർ, അതേപോലെ തന്നെ 3 മിനിറ്റ്. ഇതൊക്കെ എന്തൊക്കെയാണ് SI യൂണിറ്റിക്ക് മാറ്റുക, SI യൂണിറ്റ് സെക്കൻഡിലേക്ക് ആക്കുക. ഇത് ചെയ്തത് എഴുതിയെടുത്തതിൻ്റെ ശേഷം മാത്രം കേട്ടോ. ഇനി അടുത്തത് വ്യാപ്തം, അതായത് വോളിയം ഹെഡിങ് എഴുതുക. എന്നിട്ട് ഇത് വോളിയത്തിൻ്റെ എന്താണ് ക്യൂബിക് മീറ്ററാണ്, അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് പറയും. മീറ്റർ ക്യൂബിക് മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ് ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ മീറ്റർ ക്യൂബ്. ഈ യൂണിറ്റ് എങ്ങനെയാണ് കിട്ടിയത്? വോളിയം എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ എഴുതുക? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. നീളത്തിൻ്റെ മീറ്റർ അല്ലേ, വീതിയുടേത് മീറ്റർ അല്ലേ, മീറ്റർ. അപ്പോൾ 3 മീറ്റർ ആകുമ്പോൾ മീറ്റർ ക്യൂബ്. അങ്ങനെയാണ് ഇതിൻ്റെ യൂണിറ്റ് കിട്ടിയത്. 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബും 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 ml ആണ്. അപ്പോൾ 1/2 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 500 ml ആയിരിക്കും അല്ലേ. 1/2 ലിറ്റർ പറഞ്ഞാൽ ഇത് കാണാതെ പഠിക്കണം കേട്ടോ. 1 ലിറ്റർ ഇത് പഠിക്കണം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനായിട്ട് തരികയാണെന്നല്ലേ. അപ്പോൾ 1000 ml എന്താണ് 1 ലിറ്ററാണ്. 2000 ml അപ്പോൾ എത്ര ആയിരിക്കും? 2 ലിറ്റർ ആയിരിക്കും. പിന്നെ എത്ര ചെയ്യുക? 200 ml ആണെങ്കിലോ, 200 ml ആണെങ്കിൽ 200/1000 ചെയ്ത് നോക്കിയാൽ കിട്ടും 0.2 ml ലിറ്റർ. ഇവിടെ 2000 1000 ഗുണിച്ചപ്പോഴാണ് 2 കിട്ടിയത്. ഇവിടെ ശരിക്കും 1000 ഹരിച്ചപ്പോഴാണ് ഗുണിക്കല്ല കേട്ടോ, ഹരിച്ചപ്പോഴാണ് 1 കിട്ടിയത്. അപ്പം അങ്ങനെ ml ലിറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ചെറുതല്ലേ ml, ലിറ്ററിലേക്ക് ആക്കാൻ വേണ്ടി ഹരിച്ചാൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാണ് ഡെൻസിറ്റി അല്ലെങ്കിൽ എന്താണ് അതിന് പറയുക? സാന്ദ്രത. ഇതിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അന്നാന്ന് പഠിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഭാരമായി മാറും. അപ്പോൾ ഡെൻസിറ്റി അഥവാ സാന്ദ്രത. ഈ ഡെൻസിറ്റി ഞാൻ ചോദിക്കുകയാണ്, അത് അടിസ്ഥാന അളവാണോ വ്യുൽപ്പന്ന അളവാണോ, ഫണ്ടമെൻ്റൽ ആണോ അതോ ഡിറൈവ്ഡ് ആണോ, ക്വാണ്ടിറ്റി ആണോ എന്ന്. എന്താണിത്? ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇക്വേഷൻ വന്നിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ അതെന്തായിരിക്കും? അത് ഡിറൈവ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? വ്യുൽപ്പന്ന അളവായിരിക്കും എന്ത്? സാന്ദ്രത അഥവാ ഡെൻസിറ്റി. ഇപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം. മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം. മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം, അതായത് മാസ് ബൈ വോളിയം ചെയ്താലാണ് നമുക്ക് കിട്ടുക ഡെൻസിറ്റി. ഇക്വേഷൻ കാണാതെ പഠിക്കണം. അപ്പം മാസ് കൂടിയാൽ നിങ്ങൾ നോക്കി, ഇവിടെ മുകളിലല്ലേ, ഇത് കൂടിയാൽ എന്ത് ചെയ്യുന്നറിയോ? ഈ മാസ് കൂടിയാൽ എന്ത് ചെയ്യും? ഇത് കൂടും. ഇത് താഴെയുള്ളത് കൂടിയാൽ എന്ത് ചെയ്യുമെന്നറിയോ? ഇത് കുറയുകയാണ് ചെയ്യുക, ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുക. അപ്പം മാസ് കൂടിയാൽ, മുകളിലുള്ള കൂടിയാൽ എന്ത് ചെയ്യും? സാന്ദ്രതയും കൂടും. എന്നാൽ വ്യാപ്തം കൂടിയിട്ട് കാര്യമില്ല, വ്യാപ്തം കുറഞ്ഞാലാണ് സാന്ദ്രത എന്ത് ചെയ്യുക? കൂടുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പരിപാടിയുടെ ഒരു ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കുട്ടി ചിന്തിക്കുന്നുണ്ടല്ലേ, പെട്രോൾ പമ്പുകളിൽ ഡെൻസിറ്റി പ്രദർശിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മൾ പെട്രോളൊക്കെ അടിക്കാൻ പോകുമ്പോൾ അവിടെ ഡെൻസിറ്റിയാണ് കൊടുക്കുക. എന്തുകൊണ്ടായിരിക്കും ഡെൻസിറ്റി കൊടുക്കുന്നുണ്ടാവുക? കാരണം എന്താ അറിയോ? അവിടെ എന്തെങ്കിലും ആ ഫ്യൂവലില്ലേ, ഇന്ധനത്തിൽ എന്തെങ്കിലും കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം. അതെന്താ അറിയോ? അതെങ്ങനെയാണ് അറിയോ? ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടതാ. ഒരു കാർഡ്ബോർഡ് പെട്ടി എടുത്ത് അതിൽ
ഒരു കാർഡ്ബോർഡ് പെട്ടി എടുക്കുക. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക, മണൽ നിറയ്ക്കുക. അതേപോലെ തന്നെ ആ കാർഡ്ബോർഡ് പെട്ടിയിൽ മരപ്പൊടി ഇടുക. മണലിനല്ലേ കനം കൂടുക, മരപ്പൊടിക്ക് കനം കുറയല്ലേ ചെയ്യുക. അപ്പോൾ ഡെൻസിറ്റി കൂടുതൽ, ഞാൻ പറഞ്ഞു മാസ് കൂടിയാൽ ഡെൻസിറ്റി കൂടുന്നു, അതായത് മാസ് കൂടിയാൽ സാന്ദ്രത കൂടുന്നു. അപ്പോൾ ആർക്കായിരിക്കും സാന്ദ്രത കൂടുതൽ? മണലിനായിരിക്കുമല്ലോ, മണലല്ല നല്ല കനമുള്ളത്. അങ്ങനെ. അപ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യും, മരപ്പൊടിയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, കനം കുറഞ്ഞ സാധനമാണ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെൻസിറ്റി അവിടെ കുറവായിരിക്കും. സെയിം വോളിയാണ്, കാരണം ഒരേ കാർഡ്ബോർഡ് പെട്ടിയിൽ എടുത്തതല്ലേ, സെയിം വോളിയാണ്. അതേപോലെ തന്നെയാണ് പെട്രോൾ പമ്പിലും. എന്ത് ചെയ്യും, ആ സാധനത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെൻസിറ്റി അങ്ങ് കുറഞ്ഞ് കാണിക്കും. മാസ് കൂടിയാൽ ഡെൻസിറ്റി കൂടുകയും ചെയ്യും. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തേത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം എല്ലാത്തിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പം മാസ് ബൈ വ്യാപ്തമായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മാസ് ബൈ വോളിയം. ഇവിടെ ഒരു കാർഡ്ബോർഡ് പെട്ടിയാണ് അതിൻ്റെ വോളിയം, അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്ന മരപ്പൊടിയാണ് അവിടെ മാസ്. അപ്പോൾ ഞാൻ ഡെൻസിറ്റി കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ തരാം. ഒന്ന് വേണമെങ്കിൽ ഞാനൊന്ന് ചെയ്യാം. ഇപ്പം 100 കിലോഗ്രാമും 50 വോളിയം തന്ന അതിൻ്റെ ഡെൻസിറ്റി കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, മാസല്ല കിലോഗ്രാമിൽ വരിക. മാസ് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 50 വോളിയം തന്നിട്ടുണ്ട്, 50 ലിറ്റർ എന്ന് കേട്ടോ. അപ്പം 100 ബൈ മാസ് ബൈ വോളിയം ചെയ്താൽ എത്ര കിട്ടും, ഡെൻസിറ്റി കിട്ടും 2 കിലോഗ്രാം പെർ ലിറ്റർ, അല്ലെങ്കിൽ മീറ്റർ ക്യൂബ്, അങ്ങനെ എഴുതിയാലും മതി എന്തെങ്കിലും ഡെൻസിറ്റിക്ക്. ഞാൻ ഒരു ഡെൻസിറ്റിയുടെ ക്വസ്റ്റ്യന് 500 കിലോഗ്രാം വോളിയം തന്നിട്ടുള്ള എന്താണ് 10 ലിറ്റർ. നിങ്ങൾ അതിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുക, അതേപോലെ കാൽക്കുലേറ്റ് ചെയ്യുക, മാസ് ബൈ വോളിയം വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേ കൺവേർഷൻസ് പഠിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളത്, അത് നന്നായി പഠിക്കുക, ആ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുക. പിന്നെ എല്ലാവരുടെ ഡെഫിനിഷൻസ്, എല്ലാവരുടെ SI യൂണിറ്റും ഒക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യുക, ഇത്ര ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കൺവേർഷൻസിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വാട്സപ്പിൽ ഇടുന്നുണ്ട്.